പ്രളയജലവും നിറഞ്ഞ ഇടുങ്ങിയ ഗുഹയ്ക്കുള്ളിൽ പേടിപ്പെടുത്തുന്ന ഇരുട്ടിൽ ആ 5 പേർ തള്ളി നീക്കിയത് നീണ്ട 10 ദിവസങ്ങളാണ്. ഒടുവിൽ ലോകത്തെ പ്രാർത്ഥനയിലാഴ്ത്തിയ ആ ദൗത്യത്തിന് അത്ഭുതകരമായ ശുഭപര്യവസാനം. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസിലെ സെൻട്രൽ സൈസോംബൂൺ പ്രവിശ്യയിൽ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയ 7 ഗ്രാമീണരിൽ 5 പേരെ രക്ഷാപ്രവർത്തകർ ജീവനോടെ പുറത്തെത്തിച്ചു. കാണാതായ 2 പേർക്കായി തിരച്ചിൽ തുടരുന്നു. സ്വർണവും അപൂർവ ധാതുക്കളും തേടി മെയ് 19-20 ദിവസങ്ങളിലാണ് 8 ഗ്രാമീണർ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചത്. എന്നാൽ ഇവർ ഉള്ളിൽ കടന്നതിനു പിന്നാലെ കനത്ത മഴ തുടങ്ങി. തുടർന്ന് ഗുഹയ്ക്കുള്ളിൽ വെള്ളവും ചെളിയും മണലും നിറഞ്ഞതോടെ പുറത്തേക്കുള്ള മാർഗം പൂർണ്ണമായി തടയുകയായിരുന്നു. പ്രളയത്തിന്റെ തുടക്കത്തിൽ തന്നെ രക്ഷപ്പെട്ട 8-മനാണ് മറ്റുള്ളവർ കുടുങ്ങിയ വിവരം അധികൃതരെ അറിയിച്ചത്. ലാവോസ് തലസ്ഥാനമായ വിയന്റിയാനിൽ നിന്ന് 120 കിലോമീറ്റർ വടക്ക് ദുർഘടമായ പ്രദേശത്തുള്ള ഈ ഗുഹയിലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നുവെന്ന് തായ്ലൻഡ്, ഓസ്ട്രേലിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ പറഞ്ഞു. 4 കിലോമീറ്ററോളം കുത്തനെയുള്ള തെന്നുന്ന മലമ്പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്താണ് രക്ഷാപ്രവർത്തകർ ഗുഹയ്ക്ക് സമീപത്തെത്തിയത്. ഭൂമിക്കടിയിൽ 100 മീറ്ററോളം താഴ്ചയിലുള്ള ഗുഹയിലെ ചില ഭാഗങ്ങൾക്ക് വെറും 50 സെന്റിമീറ്റർ മാത്രമാണ് വീതി ഉണ്ടായിരുന്നത്. ഒടുവിൽ 3 ദിവസത്തോളം നീണ്ട സാഹസിക രക്ഷാ ദൗത്യത്തിനൊടുവിലാണ് 5 പേരെയും പുറത്തെത്തിക്കാനായത്. അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂഗോളത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ട് പാകിസ്ഥാനെ വെട്ടിലാക്കി താലിബാനും റഷ്യയും തമ്മിൽ സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. മോസ്കോയിൽ നടന്ന ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോറത്തിൽ വെച്ച് താലിബാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബും റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗുവുമാണ് ഈ ചരിത്ര കരാറിൽ ഒപ്പിട്ടത്. താലിബാൻ ഭരണകൂടം മറ്റൊരു രാജ്യവുമായി ഒപ്പിടുന്ന ആദ്യ പ്രതിരോധ കരാറാണിതെന്ന പ്രത്യേകതയും ഉണ്ട്. ആയുധ കൈമാറ്റം, പ്രതിരോധ ലൈസൻസിംഗ്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സംയുക്ത വികസന പദ്ധതികൾ എന്നിവ ഉൾപ്പെടുന്ന ഈ കരാർ മേഖലയിൽ റഷ്യൻ സ്വാധീനം വർദ്ധിപ്പിക്കും. കരാർ പ്രകാരം താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ആധുനികമായ മാൻപാഡ്സ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യ അഫ്ഗാനിസ്ഥാന് നൽകും. പാകിസ്ഥാൻ അഫ്ഗാൻ മണ്ണിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പുതിയ റഷ്യൻ സാങ്കേതിക വിദ്യ താലിബാനെ സഹായിക്കും. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെയുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് താലിബാൻ ലക്ഷ്യമിടുന്നത്. റഷ്യയും താലിബാനും തമ്മിലുള്ള ഈ പുതിയ ബന്ധം അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും സ്വാധീനം കുറയ്ക്കുമെന്നതിനാൽ ഇന്ത്യക്ക് തന്ത്രപരമായ നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി UAE രംഗത്തെത്തി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങളിലാണ് എബോള ബാധ റിപ്പോർട്ട് ചെയ്തത്. വേനൽക്കാല അവധി മുന്നിൽ കണ്ട യാത്രകൾ പ്ലാൻ ചെയ്യുന്ന സ്വദേശികളും പ്രവാസികളും ജാഗ്രത പാലിക്കണമെന്നും അത്യാവശ്യ കാര്യങ്ങൾക്കൊഴികെ ഈ 3 രാജ്യങ്ങളിലേക്കുമുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. UAEയിലെ പൊതുജനാരോഗ്യ നില നിലവിൽ പൂർണ്ണമായും ഭദ്രവും സുരക്ഷിതവുമാണെന്നും രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ദേശീയ ദുരന്ത നിവാരണ വകുപ്പും ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും മെഡിക്കൽ പരിശോധനകളും നിരീക്ഷണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഉന്നതതല യോഗങ്ങളും ചേർന്നു വരികയാണ്.